മന്ത്രിമാറ്റ തർക്കത്തിൽ എൻസിപിയിൽ നിർണായക ചർച്ചകൾ. എ കെ ശശീന്ദ്രനോട് രാജിവെക്കാൻ ശരത് പവാർ ആവശ്യപ്പെട്ടെന്ന് സൂചന. എന്നാൽ ഇക്കാര്യം നിഷേധിച്ച് എ കെ ശശീന്ദ്രൻ രംഗത്തെത്തി. എ കെ ശശീന്ദ്രൻ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടേക്കും. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ലേബി, കുറെ കാലമായി കേൾക്കുന്നുണ്ട് വെക്കുമെന്ന്. ഇത്തവണ രാജിവെക്കാനുള്ള സമ്മർദ്ദം ശക്തമാണോ? സുജയ, കഴിഞ്ഞ 3 മാസമായി നമ്മളിത് കേട്ടുകൊണ്ടേയിരിക്കുകയാണ് നിരന്തരമായി. തോമസ് കെ തോമസും അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ പി.സി. ചാക്കോയും ഇന്നലെ കൊച്ചിയിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു എൻസിപിയുടെ യോഗത്തിൽ നിർബന്ധമായും രാജിവെക്കണം എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. അത് മന്ത്രി നിഷേധിച്ചാലും അങ്ങനെയാണ് യോഗത്തിലുണ്ടായത്. അതിനുശേഷം പക്ഷേ എനിക്ക് തോന്നുന്നു അടുത്ത ചുവടുവയ്പായി നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് ഈ പറയുന്നത് പോലെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുകൊണ്ട് എ കെ ശശീന്ദ്രൻ പെട്ടെന്ന് രാജിവെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത്തരത്തിലുള്ള സമ്മർദ്ദം കഴിഞ്ഞ കുറെ നാളുകളായി തുടരുന്നുണ്ട്. ഇന്ന് അതേസമയം ദേശീയ അധ്യക്ഷൻ ശരത് പവാർ പ്രകാശ് കാരാട്ടിനെ കണ്ട് ഈ വിഷയം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ദേശീയ അധ്യക്ഷനും സംസ്ഥാന അധ്യക്ഷനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകൻ അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള നിലയിൽ എ കെ ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കാനുള്ള സമ്മർദ്ദം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിഞ്ഞിരുന്നെങ്കിലും അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഇല്ല. ഇന്ന് അദ്ദേഹത്തിന് അടിയന്തരമായി കോട്ടയത്തേക്ക് പോരേണ്ടതുണ്ട്. എ കെ ശശീന്ദ്രൻ അദ്ദേഹം 2 മണിയോടുകൂടി കോട്ടയത്തേക്ക് തിരിക്കുകയും ചെയ്യും. ഏതായാലും ഇന്ന് അത്തരമൊരു കൂടിക്കാഴ്ചയില്ല. എങ്കിലും ഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച പ്രകാശ് കാരാട്ടുമായി ശരത് പവാർ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. അത് അങ്ങനെ ഉണ്ടാകുമെന്നാണ് ഇന്നലത്തെ യോഗത്തിൽ എൻസിപി സംസ്ഥാന അധ്യക്ഷൻ അറിയിച്ചത്. ഏതായാലും സമ്മർദ്ദം കടുക്കുന്നുണ്ട്. എ കെ ശശീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ഒരു തണലിലാണ് അല്ലെങ്കിൽ ഒരു പിന്തുണയിലാണ് ഇതുവരെ ഇക്കാര്യത്തിൽ പിടിച്ചു നിന്നത്. എ കെ ശശീന്ദ്രൻ ഈ സമയം അത്രയും പറഞ്ഞിരുന്നത് താൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറാണ്, പക്ഷേ പാർട്ടിക്ക് ഒരു മന്ത്രി ഉണ്ടാകണം, അത് ഉറപ്പിക്കണമെന്നാണ്. അത് തന്നെയായിരിക്കും ഇനിയും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. എ കെ ശശീന്ദ്രൻ രാജി ഉറപ്പിച്ചുവെന്ന് തോമസ് കെ തോമസ് പറയുമ്പോൾ അക്കാര്യത്തിൽ നിഷേധക്കുറിപ്പ് ഇറക്കുകയാണ് എ കെ ശശീന്ദ്രൻ. എന്താണ് ചർച്ചകൾ, തീരുമാനം എന്നറിയാൻ നമുക്കും കാത്തിരിക്കാം.